ഹലോ, ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണ്. ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ആവോലി മീനാണിത്. കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, കഷ്ണ മീനായിട്ട് വാങ്ങുന്നത്. കൂടെ തന്നെ ഒരു 3 സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു തക്കാളിക്ക, അതും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ പച്ചമുളക് ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് തേങ്ങാപ്പാൽ 2ാം പാലെന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1ാം പാൽ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കോക്കനട്ടിൻ്റെ മിൽക്ക് പൗഡർ യൂസ് ചെയ്യുന്നെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ കറി ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം തന്നെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ലൈറ്റ് ബ്രൗൺ നിറാവുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വഴണ്ടി വന്നാൽ മാത്രം മതി. ഈ ഒരു രീതിയിൽ നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതും ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തക്കാളിക്കയും അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളക് 2ആയിട്ടൊന്ന് കീറിയാണ് ഇട്ടിരിക്കുന്നത്. അധികം എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊന്നും മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം പൊടികളൊക്കെ മസാലയിലൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം കൂടെ ഇനിയും വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് മീൻപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 കഷ്ണം മീനിൻ്റെ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മീനിൻ്റെ കഷ്ണം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ തുറന്ന് നോക്കി, നമ്മുടെ ഫിഷൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒത്തിരി തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു പച്ച ഒരു മണം ഒന്ന് ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, ആ ചൂടത്ത് അങ്ങനെ കിടന്നോളും. ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ വെളിച്ചെണ്ണ, അതായത് പച്ച വെളിച്ചെണ്ണ ഇതിന് മുകളിലായിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് തക്കാളിക്ക ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണിത്, ഫിഷ് മോളി. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരേക്കും ബൈ.